എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജീഷ് ഗോവിന്ദൻ. നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കണം. റോഡിലെ സാഹചര്യം കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കുക. ഏത് ഗിയറിലായിരിക്കും ഇവിടെ പോകാൻ ഈസി എന്ന് മനസ്സിലാക്കുക. അതിനനുസരിച്ചായിരിക്കണം നമ്മൾ ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യേണ്ടത്. ഇത് ഓരോ ആളെയും അനുസരിച്ച് മാറിയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആളുകൾക്ക് തേർഡ് ഗിയറിൽ പോകുന്നൊരു സ്ഥലത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ അതേ ഗിയറിൽ ഡ്രൈവ് ചെയ്ത് പോകാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് കംഫേർട്ട് സെക്കൻഡ് ഗിയർ ആയിരിക്കും. അപ്പോൾ അതിൽ തന്നെ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാതെ മറ്റൊരാൾ ഇങ്ങനെ ചെയ്യുന്നു എന്ന് വിചാരിച്ച് അതേപോലെ ചെയ്യാൻ നിങ്ങൾ നോക്കരുത്. നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അപകടങ്ങളുണ്ടാവും. ഇത് പലർക്കും അറിയില്ല. പഠിക്കുന്ന പല ആളുകളും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണിത്. നിങ്ങൾ മനസ്സിലാക്കി ഡ്രൈവ് ചെയ്യുക. ഇപ്പോൾ തേർഡ് ഗിയറിൽ നിന്ന് ഫോർത്ത് ഗിയറിലേക്ക് ചേഞ്ചാക്കി. റോഡ് ഓക്കെയാണ്, സ്ട്രെയിറ്റ് റോഡാണ്, ക്ലിയറായിട്ട് പോകാൻ കഴിയും, കൃത്യമായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഫോർത്ത് ഗിയർ ആക്കിയിട്ട് പോകുന്നത്. ഇൻ കേസ് എന്തെങ്കിലും ഒരു പ്രോബ്ലം മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ ഗിയർ ഡൗൺ ചെയ്യാൻ നമ്മൾക്ക് പറ്റണം. അത് സ്കിപ്പ് ചെയ്ത് ഡൗൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഇവിടെ ഏത് ഗിയർ ആയിരിക്കും നല്ലത്, അല്ലെങ്കിൽ എത്ര സ്പീഡിൽ എനിക്കിവിടെ പോകാൻ കഴിയും. എത്ര സ്പീഡിൽ പോകാൻ കഴിയും എന്നതിനെ ആശ്രയിച്ചിട്ടാണ് ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യേണ്ടത്. നിങ്ങളിപ്പോൾ നോക്കുക, ഇവിടെ ഫോർത്ത് ഗിയറിൽ വളരെ സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ തൊട്ട് മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു വണ്ടിയുണ്ട്, ഫാസ്റ്റായിട്ട് അങ്ങനെ പോകാൻ കഴിയില്ല. അപ്പോൾ തേർഡ് ഗിയറാക്കി. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇതാ ഇപ്പോൾ വണ്ടിയുടെ തൊട്ട് ബാക്കിലെത്തിയിരിക്കുന്നു. ഗിയർ ഷിഫ്റ്റ് ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് മാറ്റി. ഇത് നമ്മൾക്ക് തോന്നണം. ഓവർടേക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഉദ്ദേശമില്ലെങ്കിൽ ബാക്കിൽ ഇതേപോലെ പോവുക. വീണ്ടും തേർഡ് ഗിയറിലേക്ക് ആക്കി. കാരണം എന്താ, മുമ്പിലെ വണ്ടി സ്പീഡ് കൂട്ടി നമ്മൾക്ക് ഈസി ആയിട്ട് പോകാൻ കഴിയും. ഓവർടേക്ക് ചെയ്യുന്നില്ലെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ഇതേപോലെ പോവുക. ഇനി ഓവർടേക്ക് ചെയ്യാൻ സാഹചര്യമുണ്ടെങ്കിൽ കൃത്യമായിട്ട് ചെയ്യുക. ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്ത് വീണ്ടും ഫോർത്ത് ഗിയറിലേക്കാക്കി. അത്യാവശ്യം നല്ല സ്പീഡിലാണ് ഇപ്പോൾ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. തൊട്ട് മുമ്പിലുണ്ടായിരുന്ന കാർ സൈഡാക്കി അതിനെ ഓവർടേക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ വാഹനം പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾക്ക് ഓവർടേക്ക് ചെയ്യാം. നല്ല കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഓവർടേക്ക് ചെയ്ത് പോകാൻ പാടുള്ളൂ. ഫോർത്ത് ഗിയറിൽ പോകുമ്പോൾ ശ്രദ്ധ വേണം. നമുക്ക് പെട്ടെന്ന് കൺട്രോൾ കിട്ടിയില്ലെങ്കിൽ വളരെ വലിയ അപകടങ്ങളുണ്ടാവും. അപ്പോൾ റോഡിൻ്റെ കണ്ടീഷൻ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാൻ വളരെ നല്ലതാണ്. ഫോർത്ത് ഗിയറിൽ പോകുമ്പോൾ എന്താണ് ഗുണം? ആക്ച്വലി നമുക്കറിയാം, കൂടുതൽ മൈലേജ് നമ്മൾക്ക് ലഭിക്കും. പക്ഷേ സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വീണ്ടും തേർഡ് ഗിയറാക്കി. കാരണം തൊട്ട് മുമ്പിലൊരു സ്കൂട്ടി ഉണ്ട്, അത് പെട്ടെന്ന് സ്ലോ ആക്കിയത് കൊണ്ടാണ് വീണ്ടും തേർഡ് ഗിയറാക്കിയത്. അതിനെ ഓവർടേക്ക് ചെയ്തിട്ട് പതിയെ പോകുന്നു, കണ്ടില്ലേ? ഇനി വേണമെന്നുണ്ടെങ്കിൽ ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യാം. മുമ്പിൽ പെട്ടെന്നൊരു വണ്ടി കാണുമ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഗിയർ കൂടെ ഷിഫ്റ്റ് ചെയ്യാൻ നമുക്ക് തോന്നണം. അങ്ങനെ പലപ്പോഴും പഠിക്കുന്നവർക്ക് തോന്നാറില്ല. വീണ്ടും ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്തു മുന്നോട്ടേക്ക് പോകുന്നു, കണ്ടില്ലേ? ഇതുപോലെ ആയിരിക്കണം നിങ്ങൾ ഡ്രൈവ് ചെയ്യേണ്ടത്. വളരെ കോൺഫിഡൻസോട് കൂടി തന്നെ ഇതൊക്കെ ചെയ്യുക. വീണ്ടും ഗിയർ ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു, കണ്ടില്ലേ? സിറ്റുവേഷൻ നോക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഒരു ടൗണിലേക്ക് നിങ്ങൾ എത്തുന്ന സമയത്ത് കൃത്യമായിട്ടും ഗിയർ ഡൗൺ ചെയ്തിരിക്കണം. ഡൗൺ ചെയ്യാൻ ഒരു കാരണവശാലും മറന്നു പോകരുത്. അതേപോലെ തന്നെയാണ് സൈഡിലേക്ക് അടുപ്പിക്കുന്ന സമയത്ത് ആ ഭാഗത്തുള്ള മിറർ നോക്കി ഉറപ്പ് വരുത്തുക, സൈഡിൽ പ്രോബ്ലമൊന്നുമില്ല, വേറെ വണ്ടികളൊന്നും ഇല്ല എന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വെറുതെ ഒരിക്കലും ഗിയർ ലിവറിന്മേൽ കൈവച്ച് വണ്ടി ഓടിക്കരുത്. അതൊരു നല്ല ശീലമല്ല. അത് ഗിയർ ബോക്സിന് കംപ്ലയിൻ്റ് ഉണ്ടാക്കുമെന്ന് കൂടി മനസ്സിലാക്കുക. ഇപ്പോൾ മുന്നിലൊരു ബസ് ക്രോസ് ചെയ്യുന്നുണ്ട്. ഗിയർ ഡൗൺ ചെയ്ത് തേർഡ് ഗിയറാക്കി, ഒന്നുകൂടെ ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറാക്കി പതിയെ പോയി, കണ്ടില്ലേ? ഇതുപോലെ ചെയ്യാൻ പറ്റണം. പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് വണ്ടി അവിടെ നിർത്തുന്നതിന് പകരം സ്ലോ ആക്കി ഗിയർ ഡൗൺ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയണം. അവിടെയാണ് നിങ്ങൾ മിടുക്ക് കാണിക്കേണ്ടത്. നിങ്ങൾ എത്രമാത്രം എക്സ്പേർട്ടാണ് എന്ന് തെളിയിക്കുന്ന സിറ്റുവേഷനാണ് ഇതൊക്കെ. അപ്പോൾ അങ്ങനെ ഡ്രൈവ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് വാഹനം നിർത്തിക്കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? ബാക്കിലുള്ള വണ്ടി വന്നിട്ട് നിങ്ങളുടെ വണ്ടി ഇടിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അഥവാ നിങ്ങൾക്ക് നിർത്തേണ്ടി വന്നാൽ ഹസാർഡ് ലൈറ്റ് ഓൺ ചെയ്ത് പെട്ടെന്ന് നിർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സഡനായിട്ട് നിർത്താതിരിക്കുന്നതാണ് ഉചിതം. സിറ്റുവേഷൻ നോക്കിയിട്ട് ചെയ്യുക. ഗിയർ ഡൗൺ ചെയ്ത് പതിയെ പോകാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ പോകാൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം.